വയനാട് ദുരന്തത്തിന് ഉത്തരവാദി ജയതിലകോ? IIT പഠന റിപ്പോർട്ട് അട്ടിമറിച്ചോ? തുരങ്കപാതയ്ക്കായി ദുരന്ത നിവാരണ അതോറിറ്റിയെ നോക്കുകുത്തിയാക്കിയോ? ദിവസങ്ങൾക്ക് മുൻപ് ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്നും വിരമിച്ച ഡോക്ടർ A. ജയതിലക് വയനാട് വിഷയത്തിൽ പൊതുസമൂഹത്തിനു മുന്നിൽ സമാധാനം പറയേണ്ടി വരുമോ? പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന വയനാടിനെ വീണ്ടും ഒരു വൻ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതാര്? ആനക്കമ്പുയിൽ കള്ളാടി, മേപ്പാടി, ഇരട്ട തുരങ്കപാതയ്ക്ക് വഴിവിട്ട് അനുമതി നൽകാൻ നീക്കം നടന്നതായി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഈ പരിസ്ഥിതിലോല പ്രദേശത്ത് ശാസ്ത്രീയ പഠനങ്ങൾ വേണമെന്ന വിദഗ്ധ മുന്നറിയിപ്പുകൾ പൂർണ്ണമായും അവഗണിച്ചതിന് കൊടുത്ത വിലയാണോ കള്ളാടി ദുരന്തമെന്നാണ് ചോദ്യം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നടപടിയെടുത്തിരുന്നെങ്കിൽ വൻ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്നും മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകിന്റെ നടപടികൾ കാരണമായെന്നുമാണ് പുതിയ ചർച്ചകൾ. ദുരന്ത സാധ്യത മുൻകൂട്ടി കണ്ട് അതോറിറ്റി ഉന്നയിച്ച തടസ്സവാദങ്ങളെയും IIT പഠന നിർദ്ദേശത്തെയും ചീഫ് സെക്രട്ടറി അട്ടിമറിച്ചെന്ന ആക്ഷേപം ശക്തമായതോടെ വയനാടിന്റെ ഇപ്പോഴത്തെ ദുരന്തത്തിന് ഉത്തരവാദി ഡോക്ടർ A. ജയതിലകാണോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നും ശക്തമായി ഉയരുകയാണ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നിർദ്ദിഷ്ട തുരങ്കപാതയുടെ നിർമ്മാണ അനുമതിക്കായി വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെയാണ് ആദ്യം സമീപിച്ചിരുന്നത്. മല തുരന്നുള്ള ഇത്തരം വൻ പദ്ധതികൾ വയനാടിന്റെ ഭൂഗർഭ ജലഘടനയെയും മണ്ണിന്റെ സ്ഥിരതയെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക നിലനിന്നിരുന്നതിനാൽ DDMA ഈ അപേക്ഷ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ അഭിപ്രായത്തിനായി കൈമാറി. പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസികൾ സ്വന്തം നിലയിൽ തയ്യാറാക്കുന്ന പരിസ്ഥിതി ആഘാത പഠനങ്ങൾ പലപ്പോഴും നിക്ഷിപ്ത താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് KSDMA യോഗത്തിൽ പങ്കെടുത്ത 2 പ്രമുഖ ശാസ്ത്രജ്ഞർ ശക്തമായി വാദിച്ചിരുന്നു. ഇതിന് പകരമായി IIT പോലുള്ള രാജ്യത്തെ മുൻനിര സ്വതന്ത്ര സ്ഥാപനങ്ങളെ കൊണ്ട് പ്രത്യേക പഠനം നടത്തി നിയന്ത്രണങ്ങൾ കർശനമാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ശാസ്ത്രീയ മുന്നറിയിപ്പുകളെയും നിർദ്ദേശങ്ങളെയും പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് ആക്ഷേപം. അന്നത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയെ വെറും നോക്കുകുത്തിയാക്കുന്ന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. ദുരന്ത നിവാരണ നിയമപ്രകാരം പാരിസ്ഥിതിക ആഘാത പഠനത്തിന്മേൽ വിധി പറയാനോ അനുമതികൾ നൽകാനോ DDMAയ്ക്കോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കോ യാതൊരു നിയമപരമായ അധികാരവുമില്ലെന്ന സാങ്കേതിക വാദമാണ് ചീഫ് സെക്രട്ടറി ഉയർത്തിയത്. ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. തുടർ പഠനങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ലെന്നും പാരിസ്ഥിതിക അനുമതികൾ പരിശോധിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മാൻഡേറ്റ് ഇല്ലെന്നും വ്യക്തമാക്കി അപേക്ഷകൾ ഉടൻ തന്നെ വയനാട് DDMKയ്ക്ക് മടക്കി നൽകാൻ KSDMA മെമ്പർ സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകുകയായിരുന്നു. കൊങ്കൺ റെയിൽവേയുടെ അപേക്ഷ മാസങ്ങളോളം വെച്ചുകൊണ്ടിരുന്നു എന്ന് ആരോപിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നടപടിയെ അദ്ദേഹം യോഗത്തിൽ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. സുതാര്യമായ സ്വതന്ത്ര പഠനങ്ങൾക്ക് തടസ്സം നിൽക്കുകയും നിർമ്മാണ കമ്പനികൾക്ക് വേഗത്തിൽ അനുമതി ലഭിക്കാൻ വഴിയൊരുക്കുകയും ചെയ്ത ചീഫ് സെക്രട്ടറിയുടെ ഈ അമിത തിടുക്കത്തിനു പിന്നിൽ അസ്വാഭാവികമായ താൽപര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ചിലരെങ്കിലും ഉയർത്തുകയാണ്. തുരങ്ക നിർമ്മാണത്തിനായി മലനിരകൾ തുരക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ്, ഭൂഗർഭ നീരൊഴുക്കുകളിലെ മാറ്റം എന്നിവയെക്കുറിച്ച് ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ടും പഠിപ്പിക്കേണ്ടതില്ലെന്ന ചീഫ് സെക്രട്ടറിയുടെ ശാഠ്യമാണ് വയനാടിനെ വലിയൊരു ദുരന്ത മുഖത്തേക്ക് തള്ളിവിട്ടതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. ദുരന്തങ്ങൾ തടയാൻ ബാധ്യതപ്പെട്ട ഒരു അതോറിറ്റിയുടെ കൈയും കാലും കെട്ടിയിട്ട് വൻകിട ലോബികൾക്ക് പരവതാനി വിരിച്ചു നൽകിയ അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ നിലപാട് ചട്ടലംഘനവും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്. ഭരണകൂടത്തിന്റെ സ്വാധീനത്തിന് വഴങ്ങി ശാസ്ത്രീയ സത്യങ്ങളെ മൂടിവെക്കാൻ ശ്രമിച്ച ഡോക്ടർ A. ജയതിലകിനെതിരെ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വരാനിരിക്കുന്ന വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും അന്നത്തെ ചീഫ് സെക്രട്ടറിക്ക് കൈകഴുകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജനകീയ പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒരുങ്ങുകയാണ് വയനാട്ടിലെ പരിസ്ഥിതി കൂട്ടായ്മകൾ.